തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു. ഇനിയിപ്പോ എന്താണ്, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ബി ജെ പിയില് സ്ഥാനാർത്ഥികൾ, പല സ്ഥലത്തും ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ല. എന്താണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ എതിർ പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ CPM വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്താണ് അവരെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? CPM-ന് എന്താണ്, പരാജയപ്പെടുന്നുള്ള ഭയമാണോ? അതെ, പല സ്ഥലത്തും എതിരില്ലാതെ CPM ജയിച്ചു എന്ന് ഇപ്പൊ ആഘോഷിക്കുന്നത് തന്നെ എന്തിന്റെ സൂചനയാണെന്ന് അറിഞ്ഞുകൂടെ? അവിടെ എതിർ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പോലും, അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോലും ഭയപ്പെടുന്ന ഏരിയകളുണ്ട്. അഥവാ നാമനിർദ്ദേശ പത്രിക കൊടുത്തിടത്ത് അവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയില് ഏഷ്യാനെറ്റിന്റെ ആണെന്ന് തോന്നുന്നു. അതില് ഒരു സ്ത്രീ പ്രചരണത്തിനായി പോവുകയാണ്, UDF-ന്റെ സ്ഥാനാർത്ഥിയോ പ്രവർത്തകരോ ആരോ ആണ്. അപ്പോ സഖാക്കന്മാർ എതിർക്കുകയാണ്, ഇത് ഞങ്ങളുടെ ഏരിയയാണ്, ഇവിടെ കയറാൻ പാടില്ല, ഇത് വിപ്ലവ ഭൂമി, അവരുടെ സ്വന്തം ഇടമാണ്, ഇവിടെ അങ്ങനെ പ്രചരണത്തിന് വരണ്ട, ഇവിടെ നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല, നിങ്ങൾ ഇവിടെ ജയിക്കില്ല. അപ്പോ ആ സ്ത്രീ, വനിതയാണ്, അവർ വളരെ സംയമനത്തോടെ വളരെ കൂളായിട്ട് അവർ ചോദിക്കണം, എന്തായാലും ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് തന്നെയാണ് ഇവിടുത്തെ വോട്ട് ഉറപ്പ്, എങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാ? നിങ്ങൾ അവിടെ ഒന്ന് ആൾക്കാരെ കണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇവിടെ ആരും വോട്ട് ചോദിച്ചു വരണ്ട, പ്രചരണത്തിന് അനുവദിക്കില്ല. ഇങ്ങനെയുള്ള ഒരു ഗുണ്ടായിസത്തിലൂടെ അവർ നിലനിർത്തിക്കൊണ്ടുപോകുന്ന പല സ്ഥലങ്ങളുമുണ്ട്. അല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ സമയത്തും സ്ത്രീകളെയാണ്. കാരണം എന്താണ്, ചിലപ്പോ ഈ സാധാരണ ഒരു പഞ്ചായത്തിലോ വാർഡിലൊക്കെ നിൽക്കുമ്പോൾ അവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ പലരും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും, അല്ലെങ്കിൽ അവർ മാനസികമായി തകരും. എല്ലാവരും അത് തരണം ചെയ്യണമെന്നില്ലല്ലോ, എല്ലാവരും അതിനോട് ഫൈറ്റ് ചെയ്യാൻ. പലരും ഇപ്പൊ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവർ പിന്മാറുന്ന ഒരു രീതിയുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഇവർ സ്ത്രീകളെ തന്നെ എല്ലാ സമയത്തും ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. അപ്പൊ അവരെ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാനുള്ള, അത് ഭീഷണിപ്പെടുത്തി എന്ന് പറയാനുള്ള ആർജവം പോലും അവർക്കില്ല, അത്രയ്ക്ക് രൂക്ഷമായ ഭീഷണിയാണ്. അപ്പൊ അവര് പറയുന്നത് ഇല്ല, സ്വന്തം ഇഷ്ടപ്രകാരം. ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു വേണ്ട, എന്തുകൊണ്ടായിരിക്കും അപ്പൊ വീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അത് ഈ CPM-ന്റെ ഭീഷണി തന്നെയാണ്. പിന്നെ BJP-യുടെ കാര്യത്തിൽ BJP അവർക്ക് നേരത്തെ തന്നെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, 4 കോർപ്പറേഷൻ പിടിക്കും, എത്ര അവര് എണ്ണമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ BJP-യിലെ അണികൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല, നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ അണികൾക്കും മറ്റു പ്രവർത്തകർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ പല സഹകരണ സംഘങ്ങളിൽ നിന്നും എന്റെ മുൻനിരയിലുള്ള ആൾക്കാർ തന്നെ ലക്ഷങ്ങൾ തട്ടിയെടുത്തതിന്റെയും ലോൺ അവരുടെ പേരിൽ എഴുതിയെടുത്തതിന്റെയും ആവശ്യമുള്ള തെളിവുകളും ഒന്നുമില്ലാതെ, ഡോക്യുമെന്റ്സ് ഇല്ലാതെ തന്നെ ലോണുകൾ എഴുതിയെടുത്തതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് പേര് അവർ നേരിടുന്ന, അവർ ആ ഉന്നത സ്ഥാനത്ത്, ആ സൊസൈറ്റികളിലെ സഹകരണ സംഘങ്ങളിലെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ പലരും സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ BJP-യിൽ എന്തൊക്കെയെന്ന് പറഞ്ഞാലും ശരി, നേരത്തെ ഗ്രൂപ്പ് കളികൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഗ്രൂപ്പ് കളികൾ ഇല്ല എന്ന് വ്യാപകമായി പറയുന്നുണ്ടെങ്കിലും അവിടെ ഉള്ളിനുള്ളിൽ പുതിയ ഗ്രൂപ്പുകൾ കൂടെ ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പല സ്ഥലത്തും സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പടലപ്പിണക്കങ്ങളും എല്ലാം അവിടെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ ഉദ്ദേശിച്ച അത്രയും സ്ഥലങ്ങളിൽ പോലും അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വലിയ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ വന്നത്. അടുത്ത് കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കുമെന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആവശ്യത്തിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ UDF എന്തൊക്കെയായാലും ഈ മുൻ പല തവണത്തെക്കാളും UDF-ന്റെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നത് ഏറ്റവും അധികം തമ്മിൽ തല്ലുണ്ടായിരുന്നതും ഏറ്റവും അധികം പടലപ്പിണക്കുകളും കാലുവാരലുകളും എല്ലാം ഉണ്ടായിരുന്നത് UDF-ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു ഇത് UDF-ന്റെ അവസാന പിടിവള്ളിയാണ് എന്ന് തന്നെ പറയാം. 2 തവണയും പ്രതിപക്ഷത്തിരുന്നു. അപ്പൊ ഇനി എങ്ങനെയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്കോർ ചെയ്തേ കഴിയൂ, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന രീതിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ UDF കാണുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഏതു വിധേനയും ഇപ്പോ പല കോർപ്പറേഷൻ ഭരണവും പിടിച്ചില്ലെങ്കിൽ പോലും അവിടെ മാക്സിമം ഇപ്പൊ നിലവിലുള്ളതിന്റെ ഒരു
5 ഇരട്ടിയെങ്കിലും അവർ നേടിയേ പറ്റുള്ളൂ സീറ്റുകൾ. അത് അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രവർത്തനങ്ങൾ എല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മാത്രമല്ല, സാധാരണ സ്ഥിരം കണ്ടുവരുന്ന ഒരു ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്ഥാനാർത്ഥികളെല്ലാം എല്ലാ മേഖലയും കവർ ചെയ്തുകൊണ്ട്, സ്ത്രീകളാകട്ടെ, യുവജനങ്ങളാകട്ടെ, സീനിയർ ആയിട്ടുള്ള ആൾക്കാരാകട്ടെ, എല്ലാ മേഖലയും അവരുടെ പോഷക സംഘടനകളിൽ നിന്നുള്ളവരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ സീറ്റുകളിൽ പോലും സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് വളരെയധികം മുന്നേറിക്കഴിഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസ് ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. ഇപ്പോ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്ത് ഭരണം UDF-ന് കിട്ടിയില്ലെങ്കിൽ പോലും അവർ അവരുടെ എന്തായാലും അവരുടെ റിസൾട്ട് അവർ ഒരുപാട് ഉയർത്തും, വോട്ട് വിഹിതം ഒരുപാട് വർദ്ധിപ്പിക്കും. ഇലക്ഷൻ മാനേജ്മെന്റ് ആയിട്ടാണ് ഇപ്പോ കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ നടന്ന അല്ലെങ്കിൽ ഈ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് വളരെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് UDF കാഴ്ചവെച്ചത്. അത് അവരുടെ പല സംഭവങ്ങളിൽ അവരുടെ നിലപാടുകൾ എന്തിനേറെ പറയുന്നു. ഇപ്പോൾ ഏറ്റവും അധികം കോൺഗ്രസ് നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തമായ പരാതിയോ നിയമ നടപടികളോ ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി മാതൃകാപരമായ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ അത്തരത്തിലൊരു നിലപാടെടുക്കാൻ ഒരിക്കലും CPM-ന് ഈ കേരളത്തിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോ ഇതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലർക്കെതിരെയും ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പാർട്ടി അന്വേഷിക്കും എന്ന് പറഞ്ഞ് പാർട്ടിയുടെ അന്വേഷണം നടത്തുകയും അവസാനം അതിന്റെ തീവ്രത കുറഞ്ഞു എന്ന് പറഞ്ഞ് വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് CPM-കാർ. മാത്രമല്ല, ഇപ്പോ ശബരിമല വിഷയത്തിൽ അവരുടെ പ്രമുഖരായവരാണ്, അവരുടെ പ്രമുഖനായ നേതാവ് പത്മകുമാർ അറസ്റ്റിലായിട്ട് പോലും നടപടിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? അവർക്കെതിരെ പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പത്മകുമാറിന്റെ വായിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും, അടുത്ത ഏത് വിധേനയും അതിനെ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴും പാർട്ടി നിന്നോടൊപ്പം ഉണ്ട് എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അന്വേഷണത്തിൽ തെളിയട്ടെ എന്ന് പറയുന്നതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, പാർട്ടി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം പത്മകുമാറിന് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ആൾക്കാരുടെ വെളിപ്പെടുത്തലുകളെ ദൈവതുല്യരായ ആൾക്കാർ ഇനിയും ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ദൈവതുല്യരുടെ പേര് വെളിപ്പെടുത്തരുത് എന്നൊരു സന്ദേശം കൂടിയാണ്. ഇത് നമുക്ക് PP ദിവ്യയുടെ കാര്യത്തിൽ എടുക്കാം. നവീൻ ബാബു ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ PP ദിവ്യ ഒരു ദിവസം പാർട്ടി ചതിച്ചു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അത് മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വാർത്തയാക്കിയിരുന്നു. പക്ഷെ ആ ഒരു അവരുടെ ഉള്ളിൽ നിന്ന് അതായത് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പാർട്ടി ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു പെട്ടെന്നുള്ള തോന്നലിൽ നിന്ന് PP ദിവ്യയിൽ നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായി. പക്ഷെ അപ്പോഴേക്കും ഉടനെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ PP ദിവ്യയുടെ വീട്ടിലെത്തുകയും വേറെ ആർക്കും കൊടുക്കാത്ത ബൈറ്റുകൾ PP ദിവ്യ അയാൾക്ക് കൊടുക്കുകയും അയാളെ അവിടെ എത്തിച്ചത് സന്ദേശവാഹകനായിട്ട് പാർട്ടിയുടെ AKG സെന്ററിൽ നിന്നുള്ള സന്ദേശവാഹകനായിട്ട് ആ മാധ്യമ പ്രവർത്തകൻ അവിടെ എത്തുകയും അതിനുശേഷം PP ദിവ്യ മലക്കം പറഞ്ഞു, ഇങ്ങനൊരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകയോട് അവർ വെളിപ്പെടുത്തിയതാണ് പാർട്ടി കൈയൊഴിഞ്ഞു എന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴത്തേക്ക് അവിടെ സന്ദേശം കൈമാറി, ഇല്ല, കൂടെ ഉണ്ടാവും, പാർട്ടി കൂടെ ഉണ്ടാവും, അപ്പൊ ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും നടത്തേണ്ടതില്ല എന്നുള്ളൊരു ശാസനയാണ് അത് കൊടുത്തത്. അതേപോലെ തന്നെയാണ് പത്മകുമാറിന് കൊടുക്കുന്നത്. പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട്, പാർട്ടി നടപടി എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ പാർട്ടി ഉത്തരവാദിത്തം പാർട്ടിയുടെ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് അയാളെ റിമൂവ് ചെയ്യേണ്ടതാണ്. അതിന് പകരം പാർട്ടി ഇപ്പോഴും ഇതൊരു ചില്ലറ കൊള്ളയല്ല, വെറും ഒരു കള്ളത്തരമല്ല, ഇത്രയും വലിയ ഒരു പ്ലാൻഡ് ആയിട്ട് ഇത്രയും ദിവസങ്ങൾ എടുത്ത വർഷങ്ങളോളമായി നടന്നു വന്ന ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ സംഘടിതമായിട്ടുണ്ടായ ഒരു കൊള്ളയാണത്. പിന്നെ അതില് വാസുവിനെ കൊണ്ടുവരുമ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വിലങ്ങണിയിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഔദ്യോഗികമായി തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ സംഘടിതമായി ഉണ്ടായ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വിലങ്ങണിയിച്ചു കൊണ്ടുവരണം എന്ന് നിയമമുള്ളപ്പോഴാണ് വിലങ്ങണിയിച്ചു കൊണ്ടുവന്നതിനെ എതിർക്കുകയും അടുത്ത് പത്മകുമാറിനെ വിലങ്ങണിയിക്കരുത് എന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരെ അവർക്കറിയാം. അവർക്കൊന്നും നിയമം ബാധകമല്ല, അവർക്കറിയാം. നിയമം അവർക്കൊന്നും ബാധകമാക്കാത്ത നിയമം. അതെന്താന്ന് വെച്ചാൽ വിലങ്ങണിയിച്ചു കൊണ്ടുവരുമ്പോൾ പത്മകുമാർ പാർട്ടിക്കെതിരാകുമോ, പാർട്ടി കൂടെ ഇല്ലേ, ചതിക്കപ്പെട്ടോ, അപ്പൊ ഞാൻ മാത്രമല്ല സാർ, ഇവരെല്ലാം ഉണ്ട് എന്റെ കൂടെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പത്മകുമാർ പോകരുത് എന്ന ഒരു കാര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ടീമും ഇവിടെ പെരുമാറുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായാലും ഇതിന്റെ കൂടി ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം
ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലും കാണാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.